ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ചെറുതായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കൃഷിയാണ്. ഞാനും അമ്മയും കൂടി ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ആ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗായ്സ്, ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും പോർഷനിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അതാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് എന്തൊക്കെയാണ് നട്ടിരിക്കുന്നതെന്ന് നമുക്കത് കാണാം. ഇത് നേരത്തെ കിടന്നിരുന്നത് ഈ അവസ്ഥയിലേക്കായിരുന്നു. പുല്ലൊക്കെ ഇങ്ങനെ കാട് പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുള്ള പോർഷനാണിത്. അങ്ങനെ നമ്മൾ 2-3 ദിവസം എടുത്തിട്ടാണ് ഇത് ക്ലിയർ ചെയ്തത്. അങ്ങനെ നമ്മൾ കൃഷി അതുപോലെ ചെറുതായിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ നട്ടിരിക്കുന്നത് കപ്പയാണ്. ഇത്തരം പോർഷനിൽ നമ്മൾ കപ്പ നട്ടിട്ടുണ്ട്. അത് ശരിക്കും അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ കപ്പയുടെ ഇടയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഫ്രൂട്ട്സും അങ്ങനെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, കുറച്ച് ഇതായിട്ട് തന്നെ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സപ്പോട്ടയാണ്. പേര, ഇത് റെഡ് പേരയാണ് നട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മാവ് നട്ടിട്ടുണ്ട്. മാവും തൈ അത് നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഇതുപോലെ പൂക്കൾ, ഇതുപോലെ ചെറിയ ചെറിയ പൂക്കൾ അതൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ചെത്തി, പിന്നെ അങ്ങനെ മാവും തൈ തന്നെയാണ്. 2-3 വെറൈറ്റി മാവും തൈ ഉണ്ട്. പക്ഷെ നമുക്ക് അത് കറക്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ അത് കിട്ടിയപ്പോൾ അത് കറക്റ്റ് പോർഷനിൽ നട്ടെന്നേ ഉള്ളൂ. പിന്നെ മുല്ല, പിന്നെ ഈ ചെടികൾ. പിന്നെ വരുന്നത് പപ്പായയാണ്. പിന്നെ മുരിങ്ങയുടെ തൈയാണ്. പിന്നെ വരുന്നത് പേരയാണ്. പേര അത് ചെറുതായിട്ടൊന്ന് ഇതായിട്ടിരിക്കുകയാണ്. അതിപ്പോൾ മഴ വരുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് വളർച്ച കിട്ടും. മെയിനായിട്ട് കപ്പ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് നട്ടിരിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ക്ലീൻ ചെയ്യൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കപ്പ അത് നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പോർഷൻ ക്ലിയർ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് മെയിനായിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യം വയ്ക്കാൻ പോകുന്നത്. ഒരുതരം ചക്കയാണിത്, ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലാന്റാണ് കാണിക്കുന്നത്. ഞാൻ ഇത് കാണിക്കണമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലിത് വെക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ ഓരോ അസുഖങ്ങൾ കൂടി വരുംതോറും നമുക്കത് അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ വീട്ടിലൊരു ചെടി ഉണ്ടാവുന്നതെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതൊരു പ്ലാന്റ് നട്ടെന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഇത്രയും പോർഷൻ കാണിച്ചത് ബാക്ക് സൈഡാണ്. നമ്മുടെ ഇപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണിച്ചിരിക്കുന്നത്. സൈഡിലൊക്കെ നമുക്ക് കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് മൊത്തത്തോടെ കാണിക്കുന്നില്ല. എന്നാലും ഇപ്പോൾ അത്യാവശ്യം വേണ്ട, ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ചെയ്ത കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടേജ് കാണിക്കാം. ഫ്രണ്ടിൽ ചെറിയ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് മണി പ്ലാന്റ്സ്, അങ്ങനെ കുറച്ചങ്ങനെ ഫ്ലവേഴ്സ്, അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ്. അപ്പോൾ നമുക്ക് അതിനകത്ത് നട്ടിരിക്കുന്ന ചെടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് നമ്മൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അത് 2-3 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെയാണ് കൂടുതലും ഉള്ളത്. പിന്നെ ചെത്തി, ഇത് പിന്നെ കട്ടച്ചെത്തിയാണ്, അങ്ങനെ എന്തോ ഉള്ള ചെത്തിയാണ് ചെത്തി. പിന്നെ ഇത് കളറിൻ്റെ ഇത് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചെത്തി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 3 എണ്ണമായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ചെത്തികളും കൂടി അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതെടുത്തായിരുന്നു, പിന്നെ പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ മണി പ്ലാന്റും പിന്നെ ഇങ്ങനെ കളർ ചെടികളും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പം അത് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇതിന് തന്നെ പാരിജാതം. പിന്നെ നമ്മൾ നട്ടിരിക്കുന്നത് കാച്ചിലാണ്. കാച്ചിൽ നമ്മൾ ചെറുതായിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ പിടിച്ചു വന്നിട്ടുള്ള കോവക്ക, അതിൻ്റെ ഒരു ചെടിയും പിടിച്ചു വന്നിട്ടുണ്ട്, തന്നെ വളർന്നു വന്നതാണ്. അപ്പോൾ അതും കൂടി ഉണ്ട് നമ്മുടെ ഇത്. പിന്നെ അത്രേ ഉള്ളൂ നമുക്കിന്ന് കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.